കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അദ്ദേഹം ഈ മൻ കി ബാത്ത് പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നിരന്തരമായിട്ട് ഇപ്പോൾ അദ്ദേഹം ഇൻവോൾവ് ആകുന്നുണ്ട്, അദ്ദേഹം വീഡിയോകൾ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി തന്നെ പെരുമാറുകയാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹം ഇട്ട വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഇന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ജന്തർ മന്ദറിൽ എന്താണ് സംഭവിച്ചത് എന്ന് രാജ്യവും ലോകവും കണ്ടതാണ്. ചില കുട്ടികൾ വളരെ നിന്ദ്യവും അസഭ്യവുമായ വാക്കുകൾ ഉപയോഗിച്ചു. ഒരു സംസ്കൃത സമൂഹത്തിനും ചേരാത്ത വാക്കുകളായിരുന്നു അവ. എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു. എൻ്റെ പരേതയായ അമ്മയെപ്പോലും അധിക്ഷേപിച്ചു. അത് ശരിക്കും വളരെ മോശമായ ഒരു കാഴ്ചയായിരുന്നു. സമൂഹത്തിലുണ്ടായ രോഷം എനിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പെൺമക്കൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് കാണുന്നത് വലിയൊരു സാംസ്കാരിക ആഘാതമാണ്. എങ്കിലും ഈ കുട്ടികളെ ചേർത്ത് പിടിച്ച് അവർക്ക് ശരിയായ പാത കാണിച്ചു കൊടുക്കേണ്ട സമയമാണിത്. അവർക്ക് വഴിതെറ്റിപ്പോയി. അവരെ നേർവഴിക്ക് നയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ചെറുപ്പത്തിൽ തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾ തിരുത്താനുള്ള അവസരവും ആ പ്രായം നൽകുന്നുണ്ട്. ചെറുപ്പത്തിൻ്റെ സ്വഭാവം അതാണ്. അവരെ ശിക്ഷിക്കുന്നതും കോടതി കയറ്റി ഇറക്കുന്നതും സമൂഹത്തിൽ വേട്ടയാടുന്നതും കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എനിക്ക് അവരോട് ക്ഷമിക്കണം എന്നാണ് ആഗ്രഹം. സമൂഹവും ഇത് സ്വീകരിക്കണം. എൻ്റെ മനസ്സിൽ ഒരൊറ്റ വികാരം മാത്രമേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മുടെ നാവ് പല്ലിനിടയിൽപ്പെട്ട് മുറിയാറുണ്ട്, ചോര വരാറുണ്ട് എന്ന് കരുതി നമ്മൾ പല്ല് അടിച്ചു കൊഴിക്കാറില്ലല്ലോ. കാരണം പല്ലും നാവും നമ്മുടേത് തന്നെയാണ്. ഈ കുട്ടികളും നമ്മുടേതാണ്. അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് നയിക്കുക എന്നത് പ്രയാസകരമാണ്. എങ്കിലും നമ്മളത് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വരൂ, ഞാൻ ഈ കുട്ടികളോട് ആഹ്വാനം ചെയ്യുന്നു. രാജ്യത്തിന് വേണ്ടി നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം. നമ്മുടെ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാം. നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പുറപ്പെടാം. രാജ്യം മുന്നോട്ട് കുതിക്കുകയാണ്, കൂടുതൽ പുരോഗതിയിലേക്ക്. അത് കുതിക്കാൻ ഒരുങ്ങുകയാണ്. നിങ്ങളും മുന്നേറണമെന്നാണ് എൻ്റെ സ്വപ്നം. ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്കായാണ്. നിങ്ങളുടെ തിളക്കമാർന്ന ഭാവിക്കായാണ് എന്നെ തന്നെ സമർപ്പിക്കുന്നത്. വരൂ, നമുക്കൊന്നിച്ച് രാജ്യത്തെ മുന്നോട്ട് നയിക്കാം. തെറ്റുകളിൽ നിന്ന് പഠിക്കാം, മുന്നോട്ട് പോകാം. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തൻ്റെ വീഡിയോയിലൂടെ രാജ്യത്തെ കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഇതിൽ നിന്ന് 2-3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, പ്രധാനമന്ത്രി മനസ്സിലാക്കിയിരിക്കുന്നു ഈ ഒരു ജന്തർ മന്ദർ സമരത്തിൽ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെ പലരും അസഭ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയെപ്പോലും, അത് നമ്മുടെ മലയാളിയായിട്ടുള്ള ജാൻമണി അടക്കമുള്ളവർ, അദ്ദേഹത്തിൻ്റെ അമ്മയെപ്പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അതെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം സമൂഹത്തിൽ ഇങ്ങനെ പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ച യുവാക്കളോട്, യുവതികളോട് വലിയ അമർഷം പുകയുന്നുണ്ട് എന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സാധാരണ രാഷ്ട്രീയ നേതാവല്ല. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയോ രാഷ്ട്രീയ നേതാവോ മാത്രമല്ല, ലോകാരാധ്യനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന് ഈ ലോകം മൊത്തം ആരാധകരുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് നിരവധി വർഷങ്ങളായിട്ട് 1-ാം സ്ഥാനത്ത് തുടരുന്ന ആളാണ് നരേന്ദ്രമോദി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞത്, കുട്ടികൾ ചെയ്തത് തെറ്റാണ്, തീർച്ചയായും എന്നെയും എൻ്റെ അമ്മയും അടക്കം അവർ മോശമായി പറഞ്ഞു. സമൂഹത്തിലുള്ള ആളുകൾക്ക് അതിൽ വിഷമമുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യമുണ്ടാവും. പക്ഷേ ഞാൻ കുട്ടികളോട് ക്ഷമിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ക്ഷമിക്കുന്നത് കൊണ്ട് നിങ്ങളും അവരോട് ക്ഷമിക്കണം. അവരുടെ തെറ്റുകളെ തിരുത്തി നമുക്ക് അവരെ മുന്നോട്ട് നയിക്കാം. രാജ്യത്തിന് വേണ്ടി ഒന്നിച്ച് മുന്നേറാം എന്ന ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് എത്ര റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും ഇടപെടുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത്. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ കണ്ണടച്ചിരിക്കാം. അദ്ദേഹം ഇതൊന്നും കണ്ടില്ല എന്ന് വിചാരിക്കാം. കാരണം പല വിദ്യാർത്ഥികളും പല സംസ്ഥാനങ്ങളിലാണ്. അവർ ഈ സമരമൊക്കെ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് നിയമ നടപടികളാണ്. അവരുടെ സമൂഹത്തിലെ ആളുകൾ അവരെ ഒറ്റപ്പെടുത്തും. കാരണം ഇവരുടെ ഈ FKU എന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും വെച്ച് എഴുതി വച്ചിരുന്ന ദൃശ്യങ്ങൾ, അതുപോലെ വളരെ വൾഗറായിട്ട് പ്രധാനമന്ത്രിയെ ചിത്രീകരിച്ചിരിക്കുന്ന രൂപങ്ങൾ ഇവർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും ഒക്കെ കാണിച്ചതാണ്, എല്ലാവരും കണ്ടതാണ്. ഇത് കണ്ട ആളുകൾ ഇവർ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഇവരെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവരോട് നോക്കുന്നത്? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്രയും മോശമായ രീതിയിൽ അപമാനിച്ച ഒരാളെ സമൂഹം എപ്പോഴും അകറ്റി നിർത്താനേ ശ്രമിക്കൂ. അതിപ്പോൾ എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ പ്രായത്തെ പോലും മാനിക്കാതെ, അദ്ദേഹത്തിന്റെ പദവിയെ മാനിക്കാതെ ഈ വിധത്തിൽ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ചാൽ സമൂഹം അത്തരം ആളുകളെ സ്വീകരിക്കാറില്ല. ചിലയിടങ്ങളിലെങ്കിലും ഇത്തരം പ്രവൃത്തി ചെയ്തവർക്ക് നേരെ ആളുകൾ ഒരുപക്ഷെ അവരെ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതകൾ പോലുമൊക്കെ ഉണ്ട്, മോദിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ.
പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും പെൺകുട്ടികളെയൊക്കെ അവരുടെ അച്ഛനമ്മമാർ തന്നെയാണ് നല്ല രീതിയിൽ അടി കൊടുക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ ചെയ്യുന്നത് അത് ചെയ്യരുത്, അവരെ പറഞ്ഞു തിരുത്താം, നമുക്ക് അവരോട് ക്ഷമിക്കാം, അവരുടെ തെറ്റുകളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം, അതിനെ തിരുത്താൻ ശ്രമിക്കാം. അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ അതിന് വേണം ശ്രമിക്കേണ്ടത് എന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. സോ ഇത്രയും റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഈ വിഷയത്തിൽ പോലും കാണിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തിനോട് അദ്ദേഹത്തിനുള്ള കമ്മിറ്റ്മെൻറ്റ് കൂടിയാണ് വ്യക്തമാവുന്നത്. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കേവലം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി മാത്രമല്ല, വെറും അദ്ദേഹത്തിൻ്റെ ചുമതല വഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ സമൂഹത്തെ ശക്തിപ്പെടുത്താൻ വേണ്ട പ്രവർത്തനങ്ങളിലും അദ്ദേഹം വളരെയധികം ഇടപെടുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. അതായത് ഇനിയെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ആശയപരമായ എതിർപ്പ് നമുക്കാകാം, രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ ഉണ്ടാകാം, ജനാധിപത്യ രാജ്യത്ത് ഒരു ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തോട് യോജിക്കാനും വിയോജിക്കാനും ഒക്കെ ഉള്ള നമ്മുടെ അവകാശങ്ങൾ ഉള്ളത് തന്നെയാണ്, നമുക്കത് വിനിയോഗിക്കാം. പക്ഷെ അപ്പോഴും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ, മര്യാദകളുടെ സീമ ലംഘിക്കാതെ വേണം നമ്മളത് ചെയ്യാൻ. അല്ല എങ്കിൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ നിങ്ങളെ ഒരിക്കലും വെറുതെ വിടുമെന്ന് കരുതരുത്. ഇന്ന് പ്രധാനമന്ത്രി നിങ്ങളോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യവും അവസരവുമാണ്. ആ അവസരത്തെ ഉപയോഗപ്പെടുത്തുക, തെറ്റുകൾ തിരുത്തുക. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളും ഇത്തരത്തിൽ അക്രമം കാണിച്ചുകൊണ്ടോ അസഭ്യം പറഞ്ഞുകൊണ്ടോ പുലഭ്യം പറഞ്ഞുകൊണ്ടോ അല്ല കാണിക്കേണ്ടത്, മറിച്ച് മാന്യമായ പ്രതിഷേധങ്ങൾ കൊണ്ടാണ്. നാഴികയ്ക്ക് 40 വട്ടം മഹാത്മാഗാന്ധിയുടെ വീരഗാനങ്ങൾ പറയുന്ന ആളുകൾ, വീരകഥകൾ പറയുന്ന ആളുകൾ അവർ തന്നെയാണ് പ്രധാനമന്ത്രിയെ അസഭ്യം പറഞ്ഞത് എന്ന് ഓർക്കണം. മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരെ അസഭ്യം പറയുകയോ അല്ലെങ്കിൽ അവരുടെ മോശമായ ചിത്രങ്ങൾ നിർമ്മിച്ച് മോശമായ രീതിയിൽ അതിനെ വക്രീകരിച്ച് കാണിച്ച് അങ്ങനെയല്ല അദ്ദേഹം സമരം ചെയ്തത്. അഹിംസാ മാർഗത്തിലൂടെ സഭ്യമായ രീതിയിലാണ് അദ്ദേഹം സമരം ചെയ്തത്. അപ്പം മഹാത്മാഗാന്ധിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്ന് പറയുന്ന വിദ്യാർത്ഥികളടക്കം മോശമായ രീതിയിൽ പലതും പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുന്നത് നമ്മൾ കണ്ടതാണ്. സോഷ്യൽ മീഡിയ കമൻറ്റുകൾ, പോസ്റ്റുകൾ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇതൊരു അവസരമാണ്. രാഷ്ട്രീയ വിയോജിപ്പുകൾ, ഒരു ഭരണകൂടത്തിന് തെറ്റുപറ്റാം, ഒരു വകുപ്പിന് തെറ്റുപറ്റാം. ഇപ്പോൾ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നത് ഗൗരവമുള്ള വിഷയമാണ്, അത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. വിദ്യാർത്ഥികൾക്ക് അതിനുവേണ്ടി സമരം ചെയ്യാം, ആവശ്യങ്ങൾ ഉന്നയിക്കാം. പക്ഷേ അത് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു മര്യാദ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഏതുവരെ ആകാം നമ്മുടെ പ്രതികരണങ്ങൾ, ഏതുവരെ ആകാം നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. ഈ കാര്യത്തിൽ നമുക്കൊരു ധാരണ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്ക് വിളിക്കാനും പ്രധാനമന്ത്രിയെ തെറി വിളിക്കാനുമുള്ള റൈറ്റ്സ് ഈ രാജ്യത്ത് ആർക്കുമില്ല എന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഇതിനകത്ത് കൊടും ക്രിമിനലുകൾ കടന്നു കയറിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ വീഡിയോ കണ്ടുകൊണ്ട് അവരാരും സന്തോഷിക്കേണ്ടതില്ല. യഥാർത്ഥത്തിലുള്ള വിദ്യാർത്ഥികൾ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിയെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരോട് പ്രധാനമന്ത്രി ക്ഷമിക്കുമായിരിക്കും. എന്നാൽ സമരത്തിനുള്ളിൽ കടന്നു കയറിയ കൊടും ക്രിമിനലുകളെ പ്രധാനമന്ത്രിയും ഈ ഭരണകൂടവും വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ ഡേറ്റകളും ഡൽഹി പോലീസിന് മാത്രമല്ല, രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളുടെ കൈകളിലുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും നിങ്ങൾ മറുപടി പറയേണ്ടി വരും, നിയമ നടപടികൾ നേരിടേണ്ടി വരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.